നമസ്കാരം. അഹമ്മദാബാദ് വിമാനാപകടത്തിൻ്റെ ഞെട്ടലിൽ നിന്ന് നമ്മുടെ രാജ്യവും ലോകവുമൊക്കെ പതിയെ മാറി വരുന്നതേയുള്ളൂ. ഏതാണ്ട് ഒരു മലയാളി ഉൾപ്പെടെ 241 വിമാന യാത്രക്കാരുടെ ജീവൻ കവർന്ന ഒരു വലിയ അപകടമാണ്. വ്യോമയാന ചരിത്രത്തിലെ തന്നെ വലിയ അപകടമായി അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടം മാറിയിരിക്കുകയാണ്. ഈ വിമാന അപകടത്തിന് ശേഷം വലിയ തോതിൽ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചില ഏവിയേഷൻ വാക്കുകളുണ്ട്. മെയ്ഡേ, എയർ ട്രാഫിക് കൺട്രോളർ തുടങ്ങി അങ്ങനെ പല പദങ്ങളുണ്ട്. എന്തായാലും ഈ പദങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് ആളുകൾക്ക് വലിയ ജിജ്ഞാസയുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ. അതിനെക്കുറിച്ചൊക്കെ ആധികാരികമായി സംസാരിക്കാൻ നമ്മോടൊപ്പം ഇന്നുള്ളത് സന്തോഷ് RS ആണ്. അദ്ദേഹം റിട്ടയർഡ് ജോയിൻറ്റ് ജനറൽ മാനേജർ, എയർ ട്രാഫിക് മാനേജ്മെൻറ്റ്, നെടുമ്പാശ്ശേരി രാജ്യാന്തര വിമാനത്താവളത്തിൻ്റെ ചുമതലയിലിരിക്കുമ്പോഴാണ് അദ്ദേഹം വിരമിച്ചത്. എയർ ട്രാഫിക് മാനേജ്മെൻറ്റ് അല്ലെ എയർ ട്രാഫിക് കൺട്രോളർ എന്നുള്ള പദവിയിൽ ഏതാണ്ട് 30 വർഷത്തിലധികം സേവനം ചെയ്ത ശേഷമാണ് അദ്ദേഹം ഈ വിരമിച്ച് ഇപ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാഗതം സന്തോഷ് സാർ. സന്തോഷ് സാർ, നമ്മളിപ്പം ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയായിട്ട് നമ്മുടെ ഈ അഹമ്മദാബാദ് വിമാന അപകടം മാറിയിരുന്നു. സാറിൻ്റെ ഒരു 30 വർഷത്തെ ഒരു അനുഭവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടായിരിക്കാം ഈ അഹമ്മദാബാദ് വിമാനാപകടം, പ്രത്യേകിച്ച് അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ചൊക്കെ ആളുകൾ കൂടുതലായിട്ട് പഠിച്ചു വരുന്നതേ ഉള്ളൂ, വിദഗ്ധരായിട്ടുള്ള ആളുകൾ പഠിച്ചു വരുന്നതേ ഉള്ളൂ. എങ്കിലും ഒരു പ്രാഥമികമായ നിഗമനം ഒരു എയർ ട്രാഫിക് കൺട്രോളർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ സർക്കിളുകളിലെ ഒരു സംസാരത്തിൽ നിന്ന്, പൈലറ്റുമാരുമായിട്ടുള്ള സംസാരത്തിൽ നിന്ന് ഒക്കെ ഒരു 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 ചെറിയൊരു നിഗമനത്തിലേക്കെങ്കിലും എത്തിയിരിക്കുമല്ലോ ഇതിനോടകം തന്നെ സാറൊക്കെ. എന്താണ് സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ പറന്നുയർന്ന് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു വിമാനാപകടം, ഒരു വലിയ ദുരന്തമുണ്ടാകാനുള്ള ഒരു സാധ്യതകൾ, നിങ്ങളുടെ സർക്കിളിലെ സംസാരങ്ങളൊക്കെ എന്താണ്? വിമാനം പറന്നുയർന്ന് ഇത്രയും ചെറിയ സമയത്തിനിടയിൽ വലിയൊരു ദുരന്തമായി മാറാൻ ഉള്ള സാധ്യത, പ്രോബബിലിറ്റി വളരെ വളരെ കുറവാണ്. വളരെ എന്ന് പറഞ്ഞാൽ ആ എക്സ്പ്ലനേഷൻ വളരെ ചെറുതാണ്. ഒരു 10 to the power of -7 അല്ലെങ്കിൽ ആ ഒരു ഓർഡറിലുള്ള ഒരു പ്രോബബിലിറ്റിയാണ് ഇതിനുള്ളത്. ഓക്കെ. അപ്പോൾ ഇത് വളരെ റെയറായിട്ട് എന്ന് വെച്ചാൽ വളരെ അതീവമായി വളരെ ചെറിയ ഒരു അളവിലുണ്ടാവാൻ സാധ്യതയുള്ള ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ അത് തികച്ചും ദൗർഭാഗ്യകരം തന്നെയാണ്. അതിൻ്റെ കാരണം ഗസ് ചെയ്യാനുള്ള ഒരു റീസണബിൾ പീരിയഡ് നമ്മൾ കഴിഞ്ഞു. അതിൽ നിന്നും ഒരു നിഗമനത്തിനും അല്ലെങ്കിൽ നമ്മൾ എത്തിച്ചേർന്ന ഒരു നിഗമനത്തിനും അധികം സാധ്യതയുള്ളതായി ആർക്കും തോന്നിയതുമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. അതെല്ലാം 2 എഞ്ചിനും തകർന്നതാകാം, വിമാനം ഇടിച്ചതാകാം, പക്ഷി ഇടിച്ചതാകാം, ഇങ്ങനെയൊക്കെയുള്ള പല നിഗമനങ്ങളും ഉയർന്നു വന്നെങ്കിലും അതിനെ ഒന്നും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന മറ്റ് ഡേറ്റകളൊന്നും കിട്ടാത്തത് കൊണ്ട് അതെല്ലാം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷനെ പറ്റി കിട്ടണമെങ്കിൽ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള ഡേറ്റ റീഡ് ചെയ്യുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റണം. അല്ലെങ്കിൽ വിമാനത്തിൻ്റെ സറൗണ്ടിങ്സ് പരിശോധിക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഡേറ്റ, അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടണം. അല്ലാതെ ഒരു ഗസ് വർക്കിൽ നിന്ന് ഇതിന് പറ്റിയ ഒരു കാര്യം നമുക്ക് നിരൂപിച്ചെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഓക്കെ. ഈ വിമാന അപകടം നടന്ന് കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ വാർത്തകളിൽ ഒക്കെ വളരെ പെട്ടെന്ന് വന്നൊരു കാര്യമാണ്, പൈലറ്റ് വളരെ പെട്ടെന്ന് തന്നെ എയർ ട്രാഫിക് കൺട്രോളറിനെ ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു മെയ്ഡേ പ്രൊസീഡിങ്സ്, ഒരു അപകടമുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു ഇൻഫർമേഷൻ എയർ ട്രാഫിക് കൺട്രോളറിലേക്ക് പാസ് ചെയ്തിരുന്നു. അതിനുശേഷമുള്ള എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ ചോദ്യങ്ങളോട് പൈലറ്റ് പ്രതികരിച്ചിരുന്നില്ല, അല്ലെങ്കിൽ വിമാനത്തിൽ നിന്ന് മറുപടിയൊന്നും വന്നില്ല എന്നൊക്കെ ഉള്ള ഇത് വന്നിരുന്നു. സത്യത്തിൽ ഈ നെറ്റിലൊക്കെ നോക്കുമ്പോൾ ഈ മെയ്ഡേ കോൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ കുറേയേറെ വിവരങ്ങളൊക്കെയുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി പറയാൻ സാധിക്കുന്ന ഒരാൾ സാറ് തന്നെയാണ്. എന്താണ് ഈ മെയ്ഡേ കോൾ, എന്താണ് അതിൻ്റെ ഒരു പ്രൊസീഡിങ്സ്? മെയ്ഡേ കോൾ എന്ന് പറയുന്നത് ആദ്യം ആരാണോ ആ കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മേഡേ എന്ന് 3 പ്രാവശ്യം പറയണം എന്നാണ് ഐക്കാവോ ഫ്രേസിയോളജിയിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 3 പ്രാവശ്യം പറയുമ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എൻവയോൺമെൻ്റ് ഉണ്ട് ATCയിൽ. നമ്പർ 1 എന്ന് പറയുന്നത്, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റ് വിമാനങ്ങളിൽ നിന്നുള്ള ശ്രദ്ധ നമ്മൾ പൂർണ്ണമായും ഇത് പറഞ്ഞത് ഏത് വിമാനത്തിലേക്കാണോ ആ വിമാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. മറ്റ് വിമാനങ്ങളെ കുറച്ച് സമയത്തെങ്കിലും നമ്മൾ ഇഗ്നോർ തന്നെ ചെയ്തിട്ട് ഇതിൽ കൂടുതൽ അറ്റൻഷൻ കൊടുക്കും.
മിക്കവാറും നമ്മൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആ ഒരു വിമാനത്തിനെ മാത്രം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻസിയിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള വിമാനങ്ങളെ മറ്റേതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻസിയിലേക്ക് മാറ്റി വേറൊരാൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ ആക്കുകയാണ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഒരു സമയം നോക്കിയിട്ടുകയാണെങ്കിൽ. പക്ഷേ ഇതൊന്നും അങ്ങനെ ഒരു സമയ വ്യാപ്തിയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല അഹമ്മദാബാദിലെ കേസിൽ. അപ്പോൾ അത് മേഡേ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി അതിനൊരു ഡിസ്ട്രസ് സിറ്റുവേഷനാണ്. പക്ഷേ പൈലറ്റിൻ്റെ ചുമതല ആ വിവരം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതല്ല. പകരം പൈലറ്റിൻ്റെ ചുമതല എന്ന് പറഞ്ഞത് ആ വിമാനത്തിനെ എത്ര നന്നായിട്ട് ഇനി ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അയാൾ പൈലറ്റ് തീർച്ചയായിട്ടും അതിലായിരിക്കണം കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ടത്. അല്ലാതെ ആ ചരിത്രം എന്നെ പറഞ്ഞ് അല്ലെങ്കിൽ എയർ ട്രാഫിക് കൺട്രോളർ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അൺലെസ് ഹി ഈസ് ഏബിൾ ടു ഹെൽപ്പ് ഹിം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ് ആണെങ്കിൽ മാത്രമല്ലേ പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അയാൾ പറയേണ്ടതുള്ളൂ. അപ്പോൾ പറഞ്ഞില്ല എന്നുള്ളത് ഒരു വറിയിങ് പോയിന്റ് അല്ല. പക്ഷേ അപ്പോൾ ആ ശ്രദ്ധ മുഴുവൻ പൈലറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ആ വിമാനത്തിനെ കുറഞ്ഞ ഒരു അപകട നിരക്കിൽ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ടാവണം ആ സമയത്ത്. അത് ദൗർഭാഗ്യവശാൽ ഒരു പക്ഷേ ഒരാൾ രക്ഷപ്പെട്ടത് തന്നെ നമ്മളൊരു ഒരു ഒരു ആ പൈലറ്റിൻ്റെ കഴിവായിരുന്നിരിക്കണം എന്ന് നമുക്ക് ധരിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ക്രെഡിറ്റ് ആ ഒരു ആക്ഷനിലേക്ക് കൊടുക്കാൻ പറ്റും. ഈ മെയ്ഡേ കോള് വരുമ്പോൾ സാധാരണ ഈ എമർജൻസി ലാൻഡിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സ്ഥിരമായി വാർത്തകളിൽ വരുന്നതാണ്. ഈ എമർജൻസി ലാൻഡിംഗ് ചെയ്യുന്ന എല്ലാ വിമാനങ്ങളും ഈ മെയ്ഡേ കോള് വിളിക്കാറുണ്ടോ? അതോ ഏതെങ്കിലും ഒരു വിമാനം വളരെ അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണോ ഇത്? ഉദാഹരണത്തിന് പക്ഷി ഇടിച്ചതിനെ തുടർന്നൊരു വിമാനം ഒരു പക്ഷേ എമർജൻസി ലാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു ഈ ഖത്തറിലൊക്കെ പ്രശ്നം ഉണ്ടായപ്പോൾ വ്യോമപാത അടച്ചതിനെ തുടർന്ന് ചില വിമാനങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ അത്തരം വിമാനങ്ങളൊക്കെ ഈ മെയ്ഡേ കോൾ വിളിക്കാറുണ്ടോ? പിന്നെ എന്താണ് ഈ മെയ്ഡേ കോൾ വിളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം യോഗ്യത എന്താണ്? അതിൻ്റെ ഒരു മിനിമം യോഗ്യത എന്താണ്? അത് വളരെ രസകരമായ ഒരു ചോദ്യമാണ്. കാരണം ഇതിപ്പോൾ ഈ മേഡേ എന്ന് പറഞ്ഞതൊരു ക്ലീഷേ പോലെ ആയിട്ടുണ്ട്. മേഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പറയുന്ന സിറ്റുവേഷനെ കൂടെ ആലോചിക്കണം. നമ്മളിപ്പോൾ ഇരുന്ന് പറയുമ്പോൾ ഉള്ള മേഡേയുടെ ഒരു ഇൻറ്റൻസിറ്റി അല്ല ഒരു പൈലറ്റ് മേഡേ എന്ന് പറയും. അയാൾ ഹീസ് ഇൻ ഡിസ്ട്രസ് ആൻഡ് അലോങ് വിത്ത് ഹിം ദ ഹോൾ എയർക്രാഫ്റ്റ് ഈസ് ഗോയിങ് ടു ക്രാഷ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അയാൾ വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മളിങ്ങനെ ലാഘവ ബുദ്ധിയോടുകൂടി പറഞ്ഞ് അതിൻ്റെ ഒരു തീവ്രത നശിപ്പിക്കാനുള്ള കാര്യമില്ല. അപ്പോൾ ആകാശത്തിൽ ഒരു മേഡേ എന്ന് ഒരു വിമാനത്തിലെ പൈലറ്റ് പറയുമ്പോൾ അയാളുടെ ചുറ്റും ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്. ആകാശത്തിലാണെങ്കിലും അവിടെയും ഒരു എൻവയോൺമെൻ്റ് ഉണ്ട്. അവിടെ ഒരു 10 or 20 പൈലറ്റുമാരും അത്രയും നമ്പർ ഓഫ് എയർക്രാഫ്റ്റും ഏത് ഭാഗത്തായാലും ഉണ്ടാവും. അവരെല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും സൈലൻ്റ് ആവും. അവരെല്ലാം നോക്കും എന്താ സംഭവിക്കുന്നത്, അയാൾക്ക് എന്ത് പറ്റി, അതിന് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ഒരുപാട് മാനങ്ങളുള്ള ഒരു ടേമാണ് മേഡേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മേഡേ പറഞ്ഞു, ആ മേഡയെ ഡിസെക്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ആ സിറ്റുവേഷനാണ് നമ്മൾ ഡിസെക്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൽ ആർക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൽ വൺ ഓഫ് ദി പാർട്ടി ഈസ് എയർ ട്രാഫിക് കൺട്രോളർ. അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളറാണ് പറയണതെങ്കിലും അത് എയർ ട്രാഫിക് കൺട്രോളർ മാത്രം ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയണത്. ചുറ്റും നിൽക്കുന്ന പൈലറ്റുമാരെല്ലാം സൈലൻ്റ് ആവും. അവർ പറഞ്ഞത് അവിടെ വെച്ച് അവസാനിപ്പിക്കും. അവരുടെ ആവശ്യങ്ങൾ അവർ മാറ്റി വയ്ക്കും. ഇതിലെന്തെങ്കിലും അങ്ങനെ ഒരു വളരെ ഡെപ്തുള്ള ഒരു ചെയിൻ ഓഫ് ആക്ഷൻസിൻ്റെ ഒരു തുടക്കമാണത്. അത് പക്ഷേ അതിൻ്റെ പോക്ക് ഡിസ്ട്രസ്സിലേക്കായതുകൊണ്ട് അതിനൊരു സാഡ് ഒരു എൻവയോൺമെൻറ്റും കൂടെ ഉള്ള ഒരു ടേമാണ് മേഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ATCയിലേക്ക് ഇങ്ങനെ ഒരു മേഡേ കോൾ വരുമ്പോൾ ATC ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതുണ്ട്? അതായത് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ്, ഉദാഹരണത്തിന് ആശുപത്രികളിലേക്കൊക്കെ വിവരം അറിയിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് അപ്പോൾ ഈ പൈലറ്റിൻ്റെ ഭാഗത്തേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കണം. ഭൂമിയിൽ അതായത് ഈ എയർപോർട്ടിന് ചുറ്റും അല്ലെങ്കിൽ എയർപോർട്ടിനുള്ളിൽ എന്തൊക്കെ രീതിയിലുള്ള നടപടിക്രമങ്ങളാണ് പുരോഗമിക്കുക? അത് ഈ മേഡയുടെ സിറ്റുവേഷൻ എവിടെയാണെന്നുള്ള, ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ദുബായിലേക്ക് പോകുന്നൊരു വിമാനം ഒരു 150 നോട്ടിക്കൽ മൈൽ ദൂരെ പോയി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ദൂരെ എത്തിക്കഴിഞ്ഞു. അത് ആണൊരു മേഡേ കോൾ തരുന്നതെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന ആക്ഷൻ വേറെ ഒരു ഡിഫറെൻറ്റ് ഡയമെൻഷനിലാണ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല, ഇവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. എയർക്രാഫ്റ്റ് ഹാവ് ടു കം ബാക്ക്. അപ്പോഴേ അറബിക്കടലിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെയുള്ള കാര്യങ്ങളാണ് അറേഞ്ച് ചെയ്യേണ്ടത്.
അപ്പോൾ അതിൻ്റെ താഴെ ഒരു വിമാനം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ സൈഡിലൊരു വിമാനം ഉണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, അങ്ങനെയുള്ള ആക്ഷനുകളായിരിക്കും അപ്പോൾ ചെയ്യുക. അപ്പോൾ നമ്മൾ പിന്നെ ഹോസ്പിറ്റലിനെ അറിയിക്കുകയോ അതിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. അപ്പോൾ അത് എങ്ങനെ തിരിച്ചിങ്ങോട്ട് വരുമോ, അതോ അങ്ങോട്ട് തന്നെ പോവുകയാണോ, അത് അവിടെ തന്നെ ഡിസ്പോസ് ചെയ്യാനാണോ അത് പ്ലാൻ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഉള്ള ഒരു പ്ലാനിങ് ആയിരിക്കും അപ്പോൾ നടക്കുക. അപ്പോൾ ഈ മേഡേക്ക് നമ്മൾ പറയുമ്പോൾ ഒരു ഫിക്സ്ഡ് ആൻസർ ഇല്ല. മേഡേ വിളിച്ചാൽ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് അങ്ങനെയല്ല. അത് ഏത് എൻവയോൺമെൻറ്റിൽ എന്ത് കോണ്ടെക്സ്റ്റിലാണ് അത് വരിക. എന്തായാലും അതൊരു അത്ര ഒരു ശുഭ സൂചകമായ ഒരു സിറ്റുവേഷൻ അല്ല നമ്മളെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു തീവ്രതയോടുകൂടി അതിനെ അപ്രോച്ച് ചെയ്യുകയും അപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കൂടെ ബാക്കിയുള്ള ആൾക്കാർ ലീവ് അല്ലെങ്കിൽ ഓഫിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഡ്യൂട്ടി ഓഫുള്ള ആൾക്കാരാണ്, അവർക്ക് വരിക. അങ്ങനെയുള്ള കുറേ പ്രവർത്തനങ്ങൾ ചെയ്യും. അത് നമ്മൾ ഓഗ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കും ബാക്കിയുള്ള ഫെസിലിറ്റീസ്. പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുക. ഓക്കെ. ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്ക് പോകുന്നൊരു വിമാനത്തെക്കുറിച്ചൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണെങ്കിലും അപ്രതീക്ഷിതമായി തിരുവനന്തപുരത്ത് കഴിഞ്ഞ ദിവസം ഒരു വിമാനം ലാൻഡ് ചെയ്യേണ്ടി വന്നു. ഒരുപക്ഷെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ എപ്പോഴും അതിനെക്കുറിച്ചുള്ള വാർത്തകളും ചില ട്രോളുകളും ഒക്കെ കാണാറുണ്ട്. ഈ ബ്രിട്ടൻ്റെ ഒരു ഫൈറ്റർ ജെറ്റ് F-35 ചില പ്രശ്നങ്ങളെ തുടർന്ന് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ അത് ലാൻഡ് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ ആ വാർത്ത ശ്രദ്ധിക്കുമ്പോൾ വരുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫൈറ്റർ ജെറ്റാണ്, ഒരു യുദ്ധവിമാനമാണ്. അപ്പോൾ ഈ യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മുടെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഒരു യുദ്ധവിമാനത്തിന് മറ്റൊരു രാജ്യത്തിൻ്റെ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റ് അല്ല, ഒരു യുദ്ധവിമാനത്തിന് നമ്മുടെ എയർ സ്പേസിലേക്ക് കടന്നു വരാമോ? കടന്നു വന്ന ശേഷം അത് ലാൻഡ് ചെയ്യുമ്പോൾ സാധാരണ എയർപോർട്ടുകളിൽ, അതായത് നമ്മൾ സാധാരണക്കാരായ ആളുകൾ ഇപ്പം സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന എയർപോർട്ടുകൾ, മറ്റ് എയർപോർട്ടുകളുണ്ടല്ലോ. അപ്പോൾ അങ്ങനത്തെ എയർപോർട്ടുകളിൽ ലാൻഡ് ചെയ്യാൻ പറ്റുമോ, അതോ സാധാരണ എയർപോർട്ടുകളിൽ ലാൻഡ് ചെയ്യാമോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഈ F-35 ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എയർ ട്രാഫിക് കൺട്രോളർമാർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? അത് മാത്രമല്ല, ഒരു യുദ്ധവിമാനം ലാൻഡ് ചെയ്യാൻ വരുമ്പോൾ ATC തന്നെയാണോ അതിനുള്ള പെർമിഷൻ കൊടുക്കേണ്ടത്, അതോ ഹയർ അതോറിറ്റീസ് ആരെങ്കിലും, പ്രത്യേകിച്ച് അതൊരു ഡിഫൻസുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ അതിനകത്തുണ്ടോ? അത് ഇപ്പോഴത്തെ ഒരു റിലവൻ്റ് ഇഷ്യൂ ആണ്. നമ്മൾ ഈ യുദ്ധവിമാനങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പത്തെ പോലെ യുദ്ധവിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാനൊരു എയർപോർട്ട് വേണമെന്നില്ല. അത് ഒരു ഷിപ്പിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൻ്റെ പുറത്തുകൂടി ഒരുപാട് യുദ്ധവിമാനങ്ങളും അതിനെ വഹിച്ചുകൊണ്ടുള്ള കപ്പലുകളും യാത്ര ചെയ്യുന്നുണ്ട്. ഈ യുദ്ധവിമാനങ്ങൾ ഈ കപ്പലിൽ വെറുതെ ഇരിക്കുകയല്ല ചെയ്യുക, അത് എല്ലാ ദിവസവും കാലത്തെ അതിൻ്റെ റുട്ടീൻ ആക്ടിവിറ്റി, അത് എണീക്കുക, അത് പറപ്പിക്കുക, പിന്നെ ലാൻഡ് ചെയ്യുക, അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഈ യുദ്ധ കപ്പൽ ഇങ്ങനെ മൂവ് ചെയ്ത് പോവുക. ഒരു പാരിഫെർണേലിയ ആയിട്ട് കൂടിയാണ് അത് പോവുക. അതിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത്, അങ്ങനെ അതിൻ്റെ ഇടയിൽ ഈ യുദ്ധവിമാനത്തിന് ഫ്യൂവൽ തീരുകയും, അപ്പോൾ അത് ഒരു പക്ഷേ ഷിപ്പ് കുറച്ച് ഡീപ്പ് സീലായിരുന്നിരിക്കണം, അവിടെ ഇല്ലാത്തത് കൊണ്ട് അത് ഇങ്ങോട്ട് വന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ അവിടെ പോയും ലാൻഡ് ചെയ്യാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എന്തോ ഒരു ഹൈഡ്രോളിക് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു പക്ഷേ ഹൈഡ്രോളിക് ഇഷ്യൂ ഉള്ളപ്പോൾ ആ ഒരു ചെറിയ ലിമിറ്റഡ് സ്പേസിനകത്ത് ലാൻഡ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും ഒരു പക്ഷേ അവർ കണക്കാക്കിയിട്ടുണ്ടാവും. ട്രിവാൻഡ്രത്ത് വരിക. നമ്മളൊരു വിമാനത്തിന് മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു പോകാൻ എല്ലാ വിമാനത്തിനും ഒരു രജിസ്ട്രേഷൻ ഉണ്ട്. അത് രജിസ്റ്റേർഡ് ഏത് രാജ്യത്തിൻ്റേതാണോ ആ രാജ്യത്തിൻ്റെ രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ ആ രാജ്യത്തിൽ പറക്കുന്നതിന് അതിൻ്റേതായ ചില നിയമങ്ങളുണ്ടാവും. പക്ഷേ മറ്റൊരു രാജ്യത്തിലേക്ക് പറക്കാൻ വേറെ ചില നിയമങ്ങളാണുള്ളത്. അങ്ങനെ വരുമ്പോൾ വിമാനങ്ങളെ 2 ഗ്രൂപ്പായിട്ടാണ് തിരിച്ചിട്ടുണ്ടാവുക. ഒന്ന് സിവിൽ വിമാനങ്ങളെന്നും മറ്റേതിനെ സ്റ്റേറ്റ് വിമാനങ്ങൾ എന്നാണ് പറയുക. സ്റ്റേറ്റ് വിമാനങ്ങളുടെ കൂട്ടത്തിലാണ് മിലിറ്ററി വിമാനങ്ങൾ, പിന്നെ പോലീസ് വിമാനങ്ങൾ, കസ്റ്റംസ് വിമാനങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള വിമാനങ്ങൾ വരുന്നതെല്ലാം സ്റ്റേറ്റ് വിമാനങ്ങൾ. പിന്നെയുള്ളൊരു ഗ്രൂപ്പ് സിവിൽ വിമാനങ്ങളാണ്. അത് നമ്മുടെ യാത്രാ വിമാനം. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഒരു അപ്പെക്സ് ബോഡി, ഒരു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ടെക്നിക്കൽ ബോഡി ഉണ്ട്. ഈ ബോഡി ആണ് ഇതിന് വേണ്ടുന്ന റൂൾസ് ഫ്രെയിം ചെയ്യുകയും പിന്നെ ഈ സിവിൽ വ്യോമയാനത്തിന് വേണ്ടുന്ന ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യണത്. അപ്പോൾ അവരുടെ ഒരു ചിക്കാഗോ കൺവെൻഷൻ 1945 ആ സമയത്തുള്ള ഒരു ചിക്കാഗോ കൺവെൻഷൻ അനുസരിച്ചിട്ട് ഇങ്ങനെയുള്ള വിമാനങ്ങൾ പാസ് ചെയ്തു പോകും. കാരണം വിമാന ഗതാഗതം
വിമാനം ഒരു വലിയ ട്രാൻസ്പോർട്ട് മെക്കാനിസമായി മാറിയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ചിക്കാഗോ കൺവെൻഷൻ്റെ ഒരു സക്സസ് ആയിരുന്നു. ഓക്കെ. കാരണം ഒരു വിമാനം പല രാജ്യങ്ങളിലും, ഇപ്പോൾ യൂറോപ്പിൽ ഒരു വിമാനം എങ്ങോട്ട് പറന്നാലും ഒരു 15-20 മിനിറ്റ് കൊണ്ട് അത് 1-2 കൺട്രീസിനെ അങ്ങോട്ട് ക്രോസ് ചെയ്യും. അതെ അതെ. അതിൻ്റെ ടെക്നോളജി വലുതായപ്പോഴത്തേക്ക് ആദ്യം ചെറിയ പ്രൊപ്പല്ലർ എയർക്രാഫ്റ്റും സ്പീഡ് കുറവുമൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് കുറച്ചധികം സമയം പറക്കണം. അതേസമയം അതെ. പക്ഷേ ജെറ്റ് ഏജ് എത്തിയപ്പോഴത്തേക്ക് എങ്ങോട്ട് പറഞ്ഞാലും അത് ഇറ്റ് വിൽ ക്രോസ് 1 or 2 countries in 10 to 15 minutes. ഓക്കെ. അപ്പോൾ ഈ രാജ്യങ്ങളെ ഇങ്ങനെ സീംലെസ് ആയിട്ട് ക്രോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സിവിൽ ഏവിയേഷൻ ഒരു 1950 തന്നെ മരിക്കേണ്ടതായിരുന്നു. ഓക്കെ. അല്ലെങ്കിൽ 60-ലോ ഈ ജെറ്റ് എഞ്ചിൻ്റെ എക്സ്പ്ലോഷൻ അവിടെ തന്നെ തീർന്നതിനായിരുന്നു. പക്ഷേ അതിനെ സാധ്യമാക്കിയത് ഈ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിലോട് വന്ന ഈ ചിക്കാഗോ കൺവെൻഷൻ്റെ എഫേർട്ടുകളാണ്. അപ്പോൾ അത് പെർമിറ്റ് ചെയ്യുന്നൊരു മെത്തേഡ് ഉണ്ട്. ഒരു സിവിൽ വിമാനത്തിന് എന്തെങ്കിലും ടെക്നിക്കൽ റീസൺ ഉണ്ടെങ്കിൽ ഒരു അന്യരാജ്യത്തിൽ ലാൻഡ് ചെയ്യാനും ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നുമില്ലെങ്കിൽ അതിനെ ഓവർഫ്ലൈ ചെയ്യാനുമുള്ള പെർമിഷൻ എല്ലാ കോൺട്രാക്റ്റിംഗ് സ്റ്റേറ്റ്സും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഒരു 195 193 കോൺട്രാക്റ്റിംഗ് സ്റ്റേറ്റ്സ് ഉണ്ട് അതിനുള്ളിലുള്ള. അത് ഏകദേശം ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു രാജ്യത്തിൻ്റെ മുകളിലൂടെ പറന്നു പോകാനോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ റീസൺ കൊണ്ട് അവിടെ ലാൻഡ് ചെയ്യാനോ പ്രശ്നമില്ല ഫോർ എ സിവിൽ എയർക്രാഫ്റ്റ്. പക്ഷേ ഈ പറയുന്ന നമ്മുടെ F-35 എന്ന് പറയുന്നത് ആ കാറ്റഗറിയിൽ വരുന്നതല്ല. സ്റ്റേറ്റ് എയർക്രാഫ്റ്റ്. അപ്പോൾ സ്റ്റേറ്റ് എയർക്രാഫ്റ്റിന് സ്റ്റേറ്റിൻ്റെ പെർമിറ്റ് എന്തായാലും ഉണ്ടാവണം. അതായത് നമ്മുടെ ഈ UK നിന്ന് വന്ന ബ്രിട്ടീഷ് വിമാനത്തിന് തിരുവനന്തപുരത്ത് ഇറങ്ങണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അനുമതി വേണം, പ്രത്യേകം വേണം. ഓക്കെ. അപ്പോൾ ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇത് കിട്ടുമോ? കാരണം ഇത് നമ്മൾ ചെറിയ സമയം എന്ന് വിചാരിക്കുന്നെങ്കിലും ഈ ഷിപ്പിൽ നിന്ന് പുറപ്പെട്ട് ഇതുപോലെ ഈ മേഡേ എന്നൊക്കെ പറയുന്നത് പോലെ അവിടെയും ഇതിനൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോൾ തന്നെ അത് ഷിപ്പ് വഴി അവർക്കൊരു മെക്കാനിസം ഉണ്ടാവും അപ്രൂവലിന് വേണ്ടി അപ്ലൈ ചെയ്യാനുള്ള. ഓക്കെ. കാരണം ഈ റിസ്ക് ഷിപ്പ് സെയിൽ ചെയ്യുന്ന എല്ലാ സ്ഥലത്തുമുണ്ട്. അപ്പോൾ ഒരു ഷിപ്പ് എടുത്തിട്ട് ഒരാൾ രാവിലെ ഓടിച്ചു പോവുകയല്ല ചെയ്യണം. അത് കടന്നു പോകുന്ന ഓരോ ഭാഗങ്ങളിലുമുള്ള രാജ്യങ്ങളുമായിട്ടും അങ്ങനെ ഒരു നയതന്ത്ര ബന്ധത്തിൽ കൂടെ അവർ അതിനെ ഇൻഫോം ചെയ്യുകയും ദേ ഷുഡ് ബി ഇൻ ദ ലൂപ്പ് ആൻഡ് ദേ വിൽ ബി ഇൻ ദ ലൂപ്പ്. അപ്പോൾ അത് സംഭവിക്കുന്നുണ്ടാവും. പിന്നെ രണ്ടാമത് ATCയിൽ വരുമ്പോൾ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ ഒരു മൂവ്മെൻറ്റ് ലൈസൺ യൂണിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മിലിറ്ററി യൂണിറ്റ് തന്നെയുണ്ട്. നമ്മുടെ ഇപ്പോൾ ചെന്നൈയിലൊരു മിലിറ്ററി യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ജനറലി നമ്മൾ ചെയ്യുക, അവരോട് പറയും ഇങ്ങനൊരു ഫൈറ്ററാണ്. അവരുടേതായ ഒരു ചാനൽ വഴി ഇത് ഒട്ടൈൻ്റെ അപ്രൂവൽ വാങ്ങിച്ചിട്ട് ക്രമീകരണങ്ങൾ ചെയ്യും. പക്ഷേ അതിനിടയിൽ ഇതിൽ അവശേഷിച്ചിട്ടുള്ള ഫ്യൂവലും അത് വന്ന് ലാൻഡ് ചെയ്യാൻ വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ അതും നോക്കുന്നുണ്ടാവും. അത് ഇങ്ങോട്ട് അടുത്തോട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ 3 മിനിറ്റിൻ്റെ ഫ്യൂവലേ ഉള്ളൂ, അപ്പോൾ അതിനെ അങ്ങ് കടലിൽ വീണോട്ടെ എന്ന് വിചാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെ അതെ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി. സാർ, ഇപ്പം മുമ്പ് സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ സിവിൽ വിമാനങ്ങൾക്ക് മറ്റ് രാജ്യങ്ങളുടെ പുറത്ത് മുകളിലൂടെ പറക്കാം, എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ അവിടേക്ക് ലാൻഡ് ചെയ്യാമെന്ന്. ഇപ്പോൾ നമ്മളിത് പറയുന്ന സമയത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമുണ്ടായത്. അതിനുശേഷം ഇരു രാജ്യങ്ങളും അതാത് രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാനങ്ങൾക്ക് വ്യോമപാത ഇപ്പോൾ അനുവദിച്ചിട്ടില്ല, നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ ജമ്മു കാശ്മീരിലേക്ക് കുറച്ച് നാളുകൾക്ക് മുമ്പ് ലാൻഡ് ചെയ്യാൻ പോയ ഒരു ഇൻഡിഗോ വിമാനം ഒരു എയർ പോക്കറ്റിൽ പെടുകയും അത് പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ എയർ സ്പേസിലേക്ക് പോയാലേ അതൊന്ന് സ്റ്റേബിളൈസ് ആകൂ എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. പക്ഷേ പാകിസ്ഥാൻ അതിന് അനുമതി നിഷേധിക്കുകയും ചെയ്തിരുന്നു. സത്യത്തിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൊരു വിമാനമാണ് ഇൻഡിഗോ. പക്ഷേ ഇങ്ങനത്തെ ഒരു അപകടകരമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അങ്ങനെയൊരു നിഷേധാത്മകമായ സമീപനം അല്ലെങ്കിൽ അവർക്കൊരു അനുമതിയൊക്കെ നിഷേധിക്കുന്നത്, ഇനി അതിലകത്തൊക്കെ എന്താണ് ഒരു ക്ലാരിഫിക്കേഷൻ? ഇത്തരം വിമാനങ്ങൾ പാകിസ്ഥാൻ്റെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് പോയാൽ പെട്ടെന്ന് അവർ ഏതെങ്കിലും രീതിയിൽ അതായത് ഈ സിവിലിയൻ എയർക്രാഫ്റ്റിനെ ഒരു സ്റ്റേറ്റ് വിമാനമായി കണ്ട് ഒരു ആക്രമണം വല്ലതും നടത്തുമോ? അതിനെക്കുറിച്ചൊന്നും നമുക്ക് കാര്യമായി അറിയില്ലല്ലോ. ആളുകൾക്ക് ഇതൊക്കെ അറിയാനും താല്പര്യം ഉണ്ടാവും. ഓക്കെ, അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഉത്തരം പറയാൻ പറ്റില്ല.
സാറിന്റെ ആ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എങ്ങനെ ആവാം അത് എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിമാനം എനിക്ക് കറക്റ്റ്ലി ഈ ട്രാൻസാക്ഷൻ എന്താണ് നടന്നതെന്ന് എനിക്ക് അറിയില്ല. പാകിസ്ഥാൻ എന്തിനെയാണ് നിഷേധിച്ചതെന്നും എനിക്കറിയില്ല. ഓക്കെ. ഈ വിമാനം ഫ്യൂവൽ ഷോർട്ടേജിൻ്റെ ഒരു ഇഷ്യൂ അതിനുണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതിന് ഒരു പക്ഷേ മറ്റ് പല ഓപ്ഷനുകളും അവൈലബിൾ ആയിരുന്നിരിക്കാം. വൺ ഓഫ് ദ ഓപ്ഷൻ ഈസ് ടു ലാൻഡ് ഇൻ കറാച്ചി അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ. പക്ഷേ അതിന് മറ്റു പല ഓപ്ഷൻസുകളും ഉണ്ടായിരുന്നിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസ് വരുമ്പോൾ നമ്മൾ പല ഓപ്ഷൻസുകളും നോക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഏറ്റവും ഇപ്പോൾ ഒരു പക്ഷേ അത് പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്താൽ പിന്നെ ലാൻഡ് ചെയ്യാൻ അപ്രൂവ് ചെയ്താലും പിന്നെ പാസഞ്ചേഴ്സിനെ കൊണ്ട് അത് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടുന്ന ബുദ്ധിമുട്ടുകൾ, അതിനകത്തൊരു ഡിപ്ലോമാറ്റിക് ഇൻവോൾവ്മെൻറ്റ് വേണം. പിന്നെ മറ്റുള്ള ഓപ്ഷൻസ് നോക്കുമ്പോൾ ബെറ്ററായിട്ട് തോന്നിയുള്ള ഓപ്ഷൻ ഏതെങ്കിലും കാണുകയും അത് സ്വീകരിക്കുകയും ചെയ്തിരിക്കാം. കാരണം അപകടമൊന്നുമില്ലാതെ തന്നെ ആ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് മീഡിയയിൽ കണ്ട ഈ വാർത്തയിൽ ഒരു സൈഡിലേക്ക് മാത്രം കൊടുത്ത ആ ഒരു എംഫസൈസിനെ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യണില്ല. ഓക്കെ. പക്ഷേ ന്യായമായും ഇപ്പോൾ പാകിസ്ഥാന് മുകളിലൂടെ പറക്കുന്ന ഒരു വിമാനം അതൊരു അനുമതിയുള്ള സമയത്ത് ഇന്ത്യയുടെ ഒരു വിമാനമാണെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ, പ്രത്യേകിച്ച് ഫ്യൂവൽ പോലെയുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ന്യായമായും അത് പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്യുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലായതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെ ചോദിക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ടതാണ്, ഈ പാകിസ്ഥാൻ്റെയോട് ചേർന്ന് പറക്കുന്ന വിമാനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ആ വാക്ക് GPS സ്പൂഫിംഗ് എന്നാണെന്ന് തോന്നുന്നു. അതായത് വിമാനം സ്വാഭാവികമായും വലിയ 10-35,000 അടി ഉയരത്തിൽ പറക്കുന്ന വിമാനത്തിന് ദിശ പറഞ്ഞു കൊടുക്കുന്നത് GPS പോലെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണല്ലോ. അപ്പോൾ അതിൽ ചില കൃത്രിമത്വങ്ങൾ വരുത്തി, അതിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വിമാനങ്ങളെ വഴിതെറ്റിക്കുന്നു. അത് ഈ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ മാത്രമല്ല, ഈ പേർഷ്യൻ ഗൾഫ് മേഖലകളിലൊക്കെ ഈ ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷത്തിൻ്റെ സമയത്ത് നമ്മൾ കേട്ടിരുന്നു. ഈ ഖത്തറിനും ദോഹയ്ക്കും ഒക്കെ മുകളിലൂടെ പോകുന്ന വിമാനങ്ങൾക്കും ഇതേ പ്രശ്നം ഉണ്ടാകുന്നു എന്ന് നമ്മൾ കേട്ടിരുന്നു. ഇത് എന്താണ് ഈ സംഭവം, ഈ GPS സ്പൂഫിംഗ് എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് വിമാനങ്ങൾക്ക് ആകാശത്തൊക്കെ ഇങ്ങനെ വഴി തെറ്റുക, അതും ഈ കാലത്ത്? വഴി തെറ്റാനുള്ള മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ടാവും, അത് ആകാശത്തിലും ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം വഴി തെറ്റാൻ പറ്റും. നമുക്ക് ആദ്യം സ്പൂഫിംഗ് എന്താണെന്ന് നോക്കാം. സ്പൂഫിംഗ് എന്ന് പറയുന്നതിന് ഒരു നമ്മൾ കമ്മ്യൂണിക്കേഷൻ, ഇപ്പോൾ നമ്മൾ ആകാശത്തിൽ വഴി GPS സിഗ്നൽസ് വഴി പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എയർക്രാഫ്റ്റിന് അതിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു സിഗ്നൽ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സാറ്റലൈറ്റ് ഉണ്ട്, ആ സാറ്റലൈറ്റിൽ നിന്ന് സാറ്റലൈറ്റ് സിഗ്നൽസ് താഴോട്ട് വരും. ഈ സാറ്റലൈറ്റ് സിഗ്നൽസിനെ ഈ എയർക്രാഫ്റ്റ് റിസീവ് ചെയ്യും. അതുപോലെ മൾട്ടിപ്പിൾ സാറ്റലൈറ്റ്സ് എന്നുള്ള സിഗ്നൽസ് ഇൻപുട്ട് വെച്ചിട്ട് അത് അതിൻ്റെ പ്രസൻറ്റ് പൊസിഷൻ ഡിറ്റക്ട് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ ആകാശത്ത് ഇപ്പോൾ എവിടെയാണ് അത് ഒരു എർത്ത് സെൻട്രിക് ഒരു മോഡൽ വെച്ചിട്ടാണ് ചെയ്യണത്. ഭൂമിയുടെ ഏറ്റവും സെൻറ്ററിൻ്റെ ഒരു കോർഡിനേറ്റ് വെച്ചിട്ട് ആ കോർഡിനേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു എർത്ത് സെൻട്രിക് മോഡൽ വെച്ചിട്ട് അത് എവിടെയാണെന്ന് അത് ഡിറ്റക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിന് അതുപോലെ അവെയർ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇതിന് മുമ്പ് അത് എവിടെയായിരുന്നു എന്നുള്ളത്. ഇത് രണ്ടും കൂടെ വെച്ചിട്ട് അത് ഇനി എവിടെയായിരിക്കും എന്നുള്ളത് അതിന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണത് വഴി കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഇൻഫർമേഷൻ ഈ എയർക്രാഫ്റ്റിൻ്റെ ട്രാവൽ ചെയ്യേണ്ട പാതയിലാണോ അല്ലെങ്കിൽ എവിടെയാണ് എന്നുള്ളത് എയർക്രാഫ്റ്റിനകത്തുള്ള നാവിഗേഷൻ കമ്പ്യൂട്ടറിന് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് ഇത് എങ്ങനെ ആ ഡയറക്ഷനിലേക്ക് പറക്കാൻ പറ്റും എന്നൊരു ഡയറക്ഷനും അതിന് തീരുമാനിക്കാൻ പറ്റും ഇതിൻ്റെ നാവിഗേഷണൽ കമ്പ്യൂട്ടറിന്. അപ്പോൾ അതൊരു നാവിഗേഷൻ കമ്പ്യൂട്ടറിൻ്റെ വർക്കാണ്. അപ്പോൾ ഈ എയർക്രാഫ്റ്റ് പുറത്തുനിന്ന് സ്വീകരിക്കുന്ന ഒരു ഡേറ്റ എന്ന് പറയുന്നത് ആ GPS സിഗ്നൽസ് ആണ്, സിഗ്നൽസ് ഫ്രം ദ GPS. ആ GPS സിഗ്നൽ ആക്ച്വലി കൊടുക്കുക എന്ന് പറയുന്നത് ആ GPS സാറ്റലൈറ്റിൽ നിന്ന് ഈ എയർക്രാഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ മൾട്ടിപ്പിൾ സാറ്റലൈറ്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് ഈ എയർക്രാഫ്റ്റ് അതിൻ്റെ പൊസിഷൻ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്പൂഫ് ചെയ്യാൻ പറ്റുന്നത് ഈ സിഗ്നൽ എന്ന് പറയുന്നതിന് തുല്യമായ ഒരു വാല്യൂ ഉള്ള ഒരു സിഗ്നൽ നമ്മൾ അയച്ചു കൊടുത്താൽ ഈ എയർക്രാഫ്റ്റിന് ഇത് സാറ്റലൈറ്റിൽ നിന്നുള്ള സിഗ്നലാണോ അല്ലാത്തൊരു സിഗ്നലാണോ എന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻസിൽ ഈ സിഗ്നലിനെയും യൂസ് ചെയ്യും. മനസ്സിലായി.
അപ്പോൾ അതിൻ്റെ ആക്യുറസി കറക്റ്റ് അല്ലാതാവും. അതുകൊണ്ടാണ് അങ്ങനെയാണ് ഈ സ്പൂഫിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ഇത്. ഞാൻ ചോദിച്ചോട്ടെ, ഈ GPS സംവിധാനം വഴി അല്ലാതെ ഏതെങ്കിലും രീതിയിൽ എയർക്രാഫ്റ്റിന് നമ്മുടെ പൊസിഷൻ, നമ്മളിപ്പോൾ ഏത് രാജ്യത്തിന് മുകളിലൂടെയാണ് പറന്നു പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അറിയാനുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങളുണ്ടോ? ഉണ്ടല്ലോ. GPS-ന് ഇപ്പോൾ ഒരു എത്രയാണ് 30 വർഷത്തെ പ്രായമേ ഉള്ളൂ. അതിനു മുമ്പ് വിമാനം പറക്കുന്നുണ്ടായിരുന്നു, ലോകം മുഴുവൻ പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മെക്കാനിസം അവൈലബിൾ ആണ്. GPS-ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു നാവിഗേഷണൽ ആക്യുറസി ഇത് സ്റ്റാൻഡർഡൈസ് ചെയ്യും. മറ്റേത് പല പല വിമാനങ്ങൾക്കും പല പല കേപ്പബിലിറ്റീസ് ആയിരുന്നു. ഇപ്പോൾ ഒരു വില കൂടിയ ഒരു ഡ്രീം ലൈനർ, അതിൽ വില കൂടിയ വിമാനമാണ്, അതിനകത്തുള്ള നാവിഗേഷണൽ ഫെസിലിറ്റീസും അതുപോലെ വില കൂടിയതായിരിക്കും, അതിൻ്റെ ആക്യുറസി ഹയർ ആയിരിക്കും. അതിനടുത്തുള്ള വേറൊരു വിമാനത്തിന് ലോവർ ആക്യുറസി ആയിരിക്കും, കാരണം അതിൻ്റെ എക്വിപ്പേജ് അനുസരിച്ചിട്ട്. പക്ഷേ ഈ ആക്യുറസി കുറയുകയും കൂടുകയും ചെയ്യുമ്പോഴത്തേക്ക് ഒരു എയർ സ്പേസിനെ അതിൻ്റെ കപ്പാസിറ്റി വളരെയധികം കുറയും. കാരണം ഇതിന് ഹയർ കേപ്പബിലിറ്റി ഉണ്ടായിരിക്കുകയും അടുത്ത എയർക്രാഫ്റ്റിന് കേപ്പബിലിറ്റി കുറവാണെങ്കിലും നമുക്ക് രണ്ടിനെയും ഒരുപോലെ സ്റ്റാൻഡേർഡിലെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആക്യുറസിയുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എയർ സ്പേസിൽ വിമാനങ്ങളെ കൂടുതൽ അടുത്ത് കൊണ്ടുപോകാൻ പറ്റും. എയർ ട്രാഫിക് കൺട്രോളിന് അതിനടുത്ത് കൊണ്ടുപോകാൻ പറ്റുമ്പോഴത്തേക്ക് എയർ സ്പേസിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് GPS-ൻ്റെ ഇൻട്രൊഡക്ഷൻ ഒരു ടൈംലി ആക്ടിവിറ്റി ആയിരുന്നു. എയർക്രാഫ്റ്റുകളുടെ വളർച്ചയ്ക്ക് വീണ്ടും അത് ഉപോത്ബലകമായി അല്ലെങ്കിൽ അതിന് പ്രയോജനം ചെയ്തു തന്നെ നമുക്ക് വിചാരിക്കാം. അതുപോലെ മറ്റ് നാവിഗേഷണൽ മെത്തേഡ്സ് ഞാൻ ഈ പറഞ്ഞതുപോലെയാണ്. ഇനിയിപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തന്നെ ഒരു വലിയൊരു സബ്ജക്റ്റാണ്. ഞാൻ മറ്റൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. അതായത് ഇപ്പം ഇവിടെ നിന്ന് ഇപ്പോൾ ദുബായിൽ നിന്ന് ഉള്ളൊരു വിമാനം പറന്ന് അങ്ങ് ഓസ്ട്രേലിയൻ ഭാഗത്തേക്കോ ന്യൂസിലൻഡിലേക്കോ ഒക്കെ പോകുന്നു. അപ്പോൾ ഇത് ദുബായിൽ നിന്ന് പറന്നുയർന്ന ശേഷം പോകുന്ന ഓരോ രാജ്യങ്ങളിലും, സാർ നേരത്തെ പറഞ്ഞിരുന്നു, എല്ലാ വിമാനങ്ങൾക്കും ഈ സിവിലിയൻ വിമാനങ്ങൾക്കൊക്കെ മറ്റ് രാജ്യങ്ങളുടെ മുകളിലൂടെ പറക്കാം. അപ്പോൾ ഓരോ സ്പേസിൽ ചെല്ലുമ്പോഴും അതാത് ATCകളെ അറിയിക്കേണ്ടതുണ്ടോ? അതോ ദുബായിൽ നിന്ന് പറന്നു പൊങ്ങിയ ശേഷം ദുബായിൽ വിവരം അറിയിച്ച ശേഷം അങ്ങ് സിഡ്നിയിലോ അല്ലെങ്കിൽ ന്യൂസിലൻഡിലോ ചെല്ലാൻ നേരത്ത് മാത്രം ഗ്രൗണ്ടുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതിയോ? എന്താണ് നമ്മുടെ ഒരു പരിധിക്കുള്ളിൽ വരുന്ന എല്ലാ വിമാനങ്ങളും നമ്മളെ വിവരം അറിയിക്കണമെന്നുണ്ടോ? അതോ ചുമ്മാ അതങ്ങ് പോയാൽ മതിയോ? നമ്മൾ ഏവിയേഷൻ എന്ന് പറയുന്നത് വളരെ ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ആൻഡ് എക്സ്ട്രീംലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ. അപ്പോൾ ഒരു വിമാനം പറക്കണമെങ്കിൽ അതിനൊരു ദിവസം കാലത്തെ ചിന്തിച്ച് ആരംഭിക്കുന്ന ഒരു പ്രോസസ്സല്ല ഈ കമേഴ്സ്യൽ ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു കമേഴ്സ്യൽ ഫ്ലൈറ്റ് ഇന്ന് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കമേഴ്സ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് തന്നെ അതിനകത്ത് പാസഞ്ചേഴ്സ് ഉണ്ടാവണം. അതെ. അപ്പോൾ പാസഞ്ചേഴ്സിന് ബുക്ക് ചെയ്യാനൊരു സമയം വേണം. അപ്പോൾ നമ്മളൊരു 6 മാസമെങ്കിലും നമുക്കത് പറവോട്ടൊരു ഹിസ്റ്ററി കാണും നമുക്ക് തീരുമാനിക്കാം. അതെ. ഇന്ന് പറത്ത ഒരു വിമാനത്തിന് 6 മാസമെങ്കിലും പറവോട്ടൊരു ഹിസ്റ്ററി ഉണ്ടാവും. ഓക്കെ. അത് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും. ആ തുടക്കത്തിൻ്റെ ഇടയിൽ തന്നെ ഇത് കടന്നു പോകേണ്ട പാതയും തീരുമാനിച്ചിരിക്കും. ഓക്കെ. അതിൽ ചെറിയ വേരിയേഷൻസ് ഇപ്പോൾ വിൻഡ് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരു മിസൈൽ ഫയറിംഗ് ഉണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വേരിയേഷൻ ഒഴികെ അതിൻ്റെ പാതയിൽ ഒരു വ്യത്യാസവും സാധാരണ വരാറില്ല. അപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ പ്ലാനിനെ നമ്മൾ ഒരു നല്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ഫ്ലൈറ്റ് പ്ലാൻ ഉണ്ടാവും. അപ്പോൾ ഓരോ എയർക്രാഫ്റ്റിനും ഓരോ ഫ്ലൈറ്റിനും ഓരോ ഫ്ലൈറ്റ് പ്ലാൻ ഉണ്ടാവും. അത് മിനിമം ഈ 6 മാസം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇപ്പോൾ 5 വർഷം വരെയോ 10 വർഷം മുമ്പ് വരെയും നമുക്ക് അതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ നമ്മുടെ അടുത്ത ഒളിമ്പിക്സ് വരുന്നുണ്ട് അമേരിക്കയിൽ വെച്ചിട്ട്. അപ്പോൾ ഒളിമ്പിക്സിനൊക്കെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രി അതിൽ ഫൈനൽ അതിൻ്റെ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പോകുന്ന പ്രസിഡന്റ് പോകുന്ന ഫ്ലൈറ്റ്, അപ്പോൾ ഏത് ഫ്ലൈറ്റ് എപ്പോൾ വരണം എന്നുള്ള സ്ലോട്ടൊക്കെ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ആ ഫ്ലൈറ്റ് പ്ലാനുകളൊക്കെ ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ടാവും. ഓക്കെ, അമേരിക്കൻ പ്രസിഡന്റ് ഈ ഫ്ലൈറ്റിൽ ഇത്ര മണിക്ക് ഇവിടെ എത്തുന്നുണ്ടാവും. അപ്പോൾ മറ്റു രാജ്യങ്ങളിലെ ലീഡേഴ്സ് അതിന് മുമ്പ് വരണമോ അതിന് ശേഷം വരണമോ ഒരു പ്രോട്ടോകോൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ ഈ ആക്ടിവിറ്റീസ് ഇങ്ങനെ വളരെ സ്ട്രീം ലൈൻഡ് ആയിട്ട് വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് അതിനെല്ലാം സ്റ്റോർ ചെയ്യുന്നതും ഇൻ്റർ നോഡുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റും ചെയ്യുന്നതുമായിട്ടൊരു നെറ്റ്വർക്ക് ഉണ്ട്. നമ്മൾ എയറോനോട്ടിക്കൽ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ATN എന്നൊക്കെ പറഞ്ഞിട്ട് സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അത് സിസ്റ്റംസിൽ സ്റ്റോർ ചെയ്യുകയും
സമയ അനുസരിച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും എല്ലാ രാജ്യങ്ങളും അറിയുകയും ചെയ്യും. അതിൻ്റെ തന്നെ ഒരു കോപ്പി മൂവ്മെൻറ്റ് ലൈസൺ MLU എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ആ യൂണിറ്റിലേക്ക് പോകുന്നുണ്ടാവും. അവരും പ്രതീക്ഷിക്കുന്നുണ്ടാവും, മിലിറ്ററിയും പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഓക്കെ 11 മണി 23 മിനിറ്റിൽ സൗദി എയർക്രാഫ്റ്റ് ഇതുവഴി പാസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അവരിങ്ങനെ നോക്കുന്നുണ്ടാവും, അത് വരുന്നുണ്ടാവും. അപ്പോൾ അവർ അങ്ങനെ ഒരു പല രീതിയിലുള്ള ക്രോസ് മോണിറ്ററിങ്ങും പിന്നെ സർവൈലൻസും കൊണ്ട് ഈ സിസ്റ്റത്തിനെ വളരെ എഫിഷ്യൻ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വിമാനങ്ങൾ പറന്നു പോകുമ്പോൾ അതാത് ATCകളെ വിവരം അറിയിക്കുകയും അതിനൊരു ഇപ്പോൾ ATC ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ദുബായ് ടു സിഡ്നി പോണ എയർക്രാഫ്റ്റ് ട്രിവാൻഡ്രത്തിൻ്റെ കുറച്ചൊരു സൗത്തിൽ കൂടെ ആയിരിക്കും അത് പാസ് ചെയ്ത് പോകും. അപ്പോൾ അത് ഒരു പക്ഷേ ട്രിവാൻഡ്രത്തിനെ കോൺടാക്ട് ചെയ്യണമെങ്കിലും അത് ബോംബെയുമായിട്ട് ആ ഏരിയ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ബോംബെ ഓഷ്യാനിക് കൺട്രോളാണ്. അപ്പോൾ ബോംബെയുമായിട്ട് അത് അപ്പോൾ തന്നെ കോൺടാക്ട് ഉണ്ടായിരിക്കും. മിനിമം 10 മിനിറ്റ് മുമ്പ് നമ്മുടെ എയർ സ്പേസിൽ കയറുന്നതിനും മിനിമം 10 മിനിറ്റ് മുമ്പ് ആ എയർക്രാഫ്റ്റ് നമ്മളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ഒരു ഡേറ്റ ലിങ്ക് വഴിയാവാം, അല്ലെങ്കിൽ വോയിസ് കമ്മ്യൂണിക്കേഷൻ വഴിയാവാം, എങ്ങനെയും ആവാം. അത് ടെക്നോളജിയുടെ യൂസേജ് അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്തെ ഈ ATCകളെ തന്നെ വീണ്ടും പലതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്നുള്ളതെന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകുമോ? കാരണം ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ ATCയും കൊച്ചി നമുക്കിപ്പോൾ 4 ATCകളാണല്ലോ ഉള്ളത്. ഇത് 4ഉം ഏതെങ്കിലും വലിയൊരു ATCയുടെ കീഴിലാണോ? എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു സ്ട്രക്ചർ? അപ്പോൾ ഈ കടന്നു പോകേണ്ട രാജ്യാന്തര വിമാനങ്ങളൊക്കെ ആരുമായിട്ടാണ്? ഇപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞതുകൊണ്ടാണ് അത് മനസ്സിലായത്. ബോംബെയുമായിട്ട് ഒരു പക്ഷേ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ശേഷം അങ്ങനെ പോവുകയായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ? ATC എയർ ട്രാഫിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും ഒരു ബിസിനസ്സാണ്. ഈ നമ്മൾ സിവിൽ ഏവിയേഷനിലുള്ള ഏത് ആസ്പെക്റ്റ് എടുക്കുമ്പോഴും. അപ്പോൾ ഈ കമേഴ്സ്യൽ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫണ്ടമെൻ്റലി ഇറ്റ്സ് എ ബിസിനസ്. യു ആർ ട്രാൻസ്പോർട്ടിങ് പീപ്പിൾ ഫ്രം വൺ പ്ലേസ് ടു അനദർ. അപ്പോൾ അതിൽ നിന്നൊരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു റവന്യൂ മോഡലാണ് ജനറലി എയർ ട്രാഫിക് മാനേജ്മെൻറ്റിലുള്ളത്. അപ്പോൾ ഒരു വിമാനം, ഞാൻ പറഞ്ഞതിൻ്റെ ഏറ്റവും എൻഡിൽ നിന്ന് ഇങ്ങോട്ട് പറയുകയാണ്, തിരിച്ച് പറയും. അപ്പോൾ ഒരു വിമാനം നമ്മുടെ എയർ സ്പേസിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ദാറ്റ് ജനറേറ്റ്സ് എ റവന്യൂ. അപ്പോൾ ആ ഒരു മോഡലിലാണ് ഇതിനെ കംപ്ലീറ്റ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഒരു വിമാനം പറക്കുമ്പോൾ അതിന് ആ വിമാനത്തിൻ്റെ തുടക്കം, മിഡിൽ പാർട്ട് ഓഫ് ദ ഫ്ലൈറ്റ്, എൻഡ് ഓഫ് ദ ഫ്ലൈറ്റ്, അങ്ങനെ സെഗ്മെൻറ്റുകളുണ്ട്. ഓരോ സെഗ്മെൻറ്റിനും ഓരോ ടൈപ്പ് ഓഫ് ഹാൻഡ്ലിംഗ് ആണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ട്രിവാൻഡ്രത്തുനിന്ന് കൊച്ചിയിലേക്ക് പോകുന്നൊരു വിമാനം, ട്രിവാൻഡ്രത്തുനിന്ന് അത് ടേക്ക് ഓഫ് ചെയ്തിട്ട് അതിങ്ങനെ പളർന്ന് കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു പോകും. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ ഹൈറ്റും വ്യത്യാസം വരുന്നു, അത് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പല യൂണിറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ട് മൂവ്മെൻറ്റും ജസ്റ്റ് ടേക്ക് ഓഫ് അല്ലെങ്കിൽ ലാൻഡിങ് ഹാൻഡിൽ ചെയ്യുന്നത് ജനറലി ഇവിടുത്തെ കൺട്രോൾ ടവർ ആയിരിക്കും. അപ്പോൾ അതിനൊരു യൂണിറ്റായിട്ട് കണക്കാക്കും. എന്നിട്ട് അത് കഴിഞ്ഞാലുള്ള ഭാഗം അറൈവ് ചെയ്യുന്ന എയർക്രാഫ്റ്റും ഡിപ്പാർട്ട് ചെയ്യുന്ന എയർക്രാഫ്റ്റുകളും ഉണ്ടാവും ഒരു എയർപോർട്ടിൻ്റെ ചുറ്റും. അപ്പോൾ അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു അപ്രോച്ച് കൺട്രോൾ, കുറച്ചൊരു വലിയൊരു എയർ സ്പേസ്. പിന്നെ അതിൻ്റെ മുകളിൽ അത് കഴിഞ്ഞൊരു അത് ഫ്ലൈറ്റ് ഏകദേശം ഒന്ന് സ്റ്റഡിയായി നന്നായിട്ട് ക്ലൈംബ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഉണ്ടാവും. അതിന് ഞങ്ങൾ ഏരിയ കൺട്രോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു എയർക്രാഫ്റ്റിൻ്റെ ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ഓരോരോ യൂണിറ്റ് ഉണ്ടായിരിക്കും. അത് വോളിയമായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുക. അപ്പോൾ ആ വോളിയത്തിൻ്റെ പുറത്ത് വരുമ്പോൾ അടുത്ത യൂണിറ്റിന് അതിനെ ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു സിമിലർ അറേഞ്ച്മെൻറ്റ് കൊച്ചിയിലുണ്ടാവും. അപ്പോൾ ഇത് കൊച്ചിയുടെ ഏരിയ കൺട്രോളിലും പിന്നെ അവിടുത്തെ അപ്രോച്ച് കൺട്രോളിലും പിന്നെ അവിടുത്തെ ടവർ കൺട്രോൾ ചെയ്തിട്ട് ലാൻഡ് ചെയ്യുന്നു. ഇതിന് നമ്മൾ ദുബായ് സിഡ്നി ഫ്ലൈറ്റിലോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യുമ്പോൾ ദുബായിലും ഒരു കൺട്രോൾ ടവർ ഉണ്ടാവും, അവിടെ ഒരു അപ്രോച്ച് ഉണ്ടാവും, അവിടുത്തെ ഏരിയ കൺട്രോളിൽ വരും. ഏരിയ കൺട്രോളിലെത്തുമ്പോൾ അത് നല്ലൊരു ഉയരത്തിൽ 10-15 കിലോമീറ്റർ പൊക്കത്തിൽ എത്തിയിട്ടുണ്ടാവും. അത് സിമിലർ ആയിട്ടുള്ള മറ്റ് പല ഏരിയ കൺട്രോളുകൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് അപ്പോൾ ക്രോസ് ചെയ്യുമ്പോഴെല്ലാം ആ യൂണിറ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. കാരണം അവർക്ക് അവിടെ ട്രാഫിക് ഉണ്ടാവും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവഴി പോകുന്നു എന്ന് പറയുകയല്ല ചെയ്യണത്. അത് അതിൻ്റെ പ്രിസൈസ് ആയിട്ടുള്ള ഫ്ലൈറ്റ് പാത്ത് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. എയർക്രാഫ്റ്റ് ഞാൻ ഇവിടെയാണെന്ന് പറയും, ATC നിങ്ങൾ അവിടെയാണോ എന്ന് കണ്ടുപിടിക്കാനൊരു മാർഗം അവരുടെ കയ്യിലുണ്ടാവും ATCയിൽ. ഇത് രണ്ടും കൂടെ ക്രോസ് വെരിഫൈ ചെയ്യുമ്പോഴാണ്
അതിൻ്റെ ആക്യുറസി വരിക. ഓക്കെ. അപ്പോൾ ഓരോ സ്റ്റേജിലും നമ്മൾ അതാണ് ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ കൈ കാണിച്ചിട്ട് പോകും പോലെ അല്ല, ഒരു ക്രോസ് വെരിഫിക്കേഷനാണ്. ഐ നോ വേർ യു ആർ ആൻഡ് യു ആൾസോ നോ വേർ ഐ ആം. അപ്പോൾ അത് തമ്മിൽ ഞാൻ പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞു, നിങ്ങളത് വിശ്വസിക്കുന്നത് ഒരു കാര്യം. ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെയാണ്, നിങ്ങൾ നോക്കിയിട്ട് കണ്ടു എന്നെ, അപ്പോൾ അത് വേറൊരു കാര്യമാണ്. ദാറ്റ് ഈസ് സർവൈലൻസ്. അപ്പോഴാണ് സർവൈലൻസ് ഉണ്ടാവുക. അപ്പോൾ നമ്മളൊരു സർവൈലൻസ് ആണ് അതിന് കൊടുക്കുന്നത്. ഓക്കെ. അപ്പോൾ എയർക്രാഫ്റ്റ് ഞാൻ ഇവിടെയാണെന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയിട്ട് പോയോ നിങ്ങൾ അവിടെ അല്ലല്ലോ, അപ്പോൾ ദെൻ ദർ ഇസ് എൻ ഇഷ്യൂ. അപ്പോൾ അപ്പോഴാണ് നമ്മൾ നാവിഗേഷൻ കേപ്പബിലിറ്റിയെ പറ്റി ചിന്തിക്കുക. അത് കറക്റ്റായിട്ട് നാവിഗേറ്റ് ചെയ്തോ, അല്ലെങ്കിൽ അതിനെന്താണ് പറ്റിയത്. അപ്പോഴാണ് GPS സ്പൂഫിങ്ങിൻ്റെ ഇഷ്യൂ. ഓ യു ആർ നോട്ട് ദെയർ, ദെൻ വാട്ട് ഇസ് ദ റീസൺ. അപ്പോൾ ദെൻ ഐ മിസ് ദ പ്ലേസ്. ബിക്കോസ് അങ്ങനെയാണ് GPS സ്പൂഫിംഗ് എന്ന് പറഞ്ഞത് ഒരു ഇഷ്യൂ ആയിട്ട് വരണത്. ഓക്കെ. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ GPS-ലായിരിക്കും നാവിഗേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ വി റിയലൈസ് ദാറ്റ് ദർ ഇസ് എ പ്രോബ്ലം ഇൻ ദി GPS. ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും ഈ വിമാനങ്ങളുടെ സുരക്ഷയെക്കുറിച്ചൊക്കെ സംസാരിക്കാമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഈ പത്രങ്ങളിലൊക്കെ ഇപ്പോൾ പല എയർക്രാഫ്റ്റുകളും അവരുടെ സുരക്ഷാ പരിശോധനകളിൽ ഒക്കെ ചില വീഴ്ചകൾ വരുത്തിയിട്ടുണ്ട്. ഇന്ന കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അത് മാറ്റണമെന്ന് പറഞ്ഞിരുന്നു, അത് മാറ്റാതെ തന്നെ ആ വിമാനം പറന്നിരുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു സാധാരണ ഒരു ബസ്, ഇപ്പോൾ ഒരു ബസ്സിൻ്റെ ഒരു സീറ്റ് ഇളകിയിരിക്കുന്നു, അങ്ങനെയാണെങ്കിൽ ആ ബസ് അതിൻ്റെ സർവീസ് നടത്താതൊന്നും ഇരിക്കില്ല. ചിലപ്പോൾ അവർ ആ സീറ്റ് അഴിച്ച് മാറ്റി വെച്ചിട്ട് നടത്തും. അല്ലെങ്കിൽ കതകിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരം, ചെറിയ പരിഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഹോൺ വർക്ക് ചെയ്യുന്നില്ലെങ്കിലും ബസ്സൊക്കെ ഓടും. ഈ വിമാനങ്ങളുടെ കാര്യങ്ങളിൽ അങ്ങനെയാണോ? ഇതിന് എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ അത് പറപ്പിക്കാൻ പറ്റുമോ, അതോ ഈ തകരാറിനെ ഇന്ന രീതിയിലേക്ക് ക്ലാസിഫൈ ചെയ്ത ശേഷം അപ്പോൾ കണ്ടീഷണൽ പറക്കാം, ഇത്ര ദിവസത്തേക്ക് പറക്കാം എന്ന് പറയുമോ? എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഒരു രീതികൾ? ഒരു വിമാനം അതൊരു കമേഴ്സ്യൽ എയർക്രാഫ്റ്റ് ആണെങ്കിൽ അതിനൊരു കമേഴ്സ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഒടിഞ്ഞ സീറ്റും കൊണ്ട് ഒരു വിമാനം നമ്മൾ പറയുകയാണ്, ഇതിൻ്റെ ഈ ഒരു സീറ്റ് ഒടിഞ്ഞിരിക്കുകയാണ്, അത് അതിൻ്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കും. വിശേഷിച്ചും ഒരു എയർക്രാഫ്റ്റ് ആകുമ്പോൾ അത് ആകാശത്ത് കൂടി, ഇപ്പോൾ തറയിൽ കൂടെ പോണ ഒരു ബസ്സിൻ്റെ ഒരു സീറ്റ് ഒടിഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നുന്ന വികാരവും, പറന്നു പോകുന്ന ഒരു വിമാനത്തിൻ്റെ ഒരു സീറ്റ് പൊട്ടിയിരിക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്ന വികാരവും ഒന്നായിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ സീറ്റ് പൊട്ടിയെങ്കിൽ പിന്നെ അത് പുറത്ത് കാണുന്ന ഒരു സാധനം തന്നെ പൊട്ടിയിരിക്കുമ്പോൾ ഇതിൻ്റെ അകത്തിന് എന്തായിരിക്കും എന്ന് നമ്മൾ ഒരു പക്ഷേ ചിന്തിച്ചെന്ന് വരും. മറ്റേത് തറയിൽ കൂടെ പോണതല്ലേ, ഒരു പക്ഷേ സീറ്റ് പോയാലും തറയിൽ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കമേഴ്സ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളും പിന്നെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളും വിമാനത്തിനകത്ത് ഉണ്ടാവാം. സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ കർശനമായ ഒരു മെത്തേഡ് ഉണ്ടാവും. അതൊരു സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു ലെജിസ്ലേഷൻ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യൻ എയർക്രാഫ്റ്റ് ആക്ട് ഉണ്ട്, ഇന്ത്യൻ എയർക്രാഫ്റ്റ് റൂളുണ്ട്, അങ്ങനെ ഒരു ലെജിസ്ലേഷൻ അല്ലെങ്കിൽ റെഗുലേഷൻ ഉണ്ടാക്കുക. പിന്നെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കുക. അപ്പോൾ ഇതെങ്ങനെയായിരിക്കും ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, എത്രത്തോളം ഫ്യൂവൽ ചെയ്യണം, ഒരു എയർക്രാഫ്റ്റ് പോകുമ്പോൾ എത്രത്തോളം ഫ്യൂവലാണ് അത് കയറണം, ഏത് സെക്ടറിലേക്ക് പറക്കുമ്പോൾ എത്ര ആൾട്ടർനേറ്റ് എയർപോർട്ട് ഉണ്ടാവണം. ഇപ്പോൾ എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മയുണ്ട്. നമ്മൾ ഇവിടുന്ന് ആൻഡമാനിലേക്ക്, ഞാൻ കുറച്ച് കാലം പോർട്ട് ബ്ലെയറിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻഡമാനിലേക്കൊരു ഇവിടുന്ന് എയർ ഇന്ത്യയുടെ എയർക്രാഫ്റ്റ് വരുമ്പോൾ അതിനൊരു ബോയിങ് 737 ആണെന്ന് ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനൊരു ആൾട്ടർനേറ്റ് എയർപോർട്ട് പോകണം. അതന്ന് ഫുക്കറ്റ് എയർപോർട്ടാണ് ആൾട്ടർനേറ്റായിട്ട് ഉപയോഗിക്കുക. ആ ഫുക്കറ്റ് എയർപോർട്ടിനെ ആൾട്ടർനേറ്റായിട്ട് ഫയൽ ചെയ്യാൻ അന്നത്തെ കാലത്ത് $200 എവറി ഡേ എയർ ഇന്ത്യ പേ ചെയ്യുമായിരുന്നു എന്ന് ഒരു പൈലറ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അപ്പോൾ ഇങ്ങനൊരു കമേഴ്സ്യൽ കമ്മിറ്റ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമേ പോർട്ട് ബ്ലെയറിലേക്ക് പറക്കാൻ പറ്റൂ. അപ്പോൾ ഇതെല്ലാം ഒരു റെഗുലേഷൻ്റെ അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിൻ്റെ പാർട്ടായിട്ട് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതുപോലെ തന്നെ ഒരു വിമാനത്തിൽ ഇപ്പോൾ മിക്കവാറും സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ സേഫ്റ്റി കൺസേൺ ആയിട്ടുള്ള സിസ്റ്റംസ് എല്ലാം 2 ഉണ്ടാവണം, 3 ഉണ്ടാവണം, അങ്ങനെയുള്ള റിക്വയർമെൻ്റ് ഉണ്ട്. ഇപ്പോൾ ആൾട്ടിമീറ്റർ 3 ഫങ്ഷണലായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 3 ഫങ്ഷണലാണെങ്കിൽ മാത്രമേ അതിനങ്ങനെ പറക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 1 ഫങ്ഷണൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് അപ്പം തന്നെ ATCയോട് പറയും ഞങ്ങളുടെ 1 ഫങ്ഷണൽ അല്ല,
എന്ന് പറയുമ്പോൾ അതിന് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ടാവും. അപ്പോൾ അത് ഒന്നുകിൽ കുറച്ചുകൂടി താഴ്ന്ന് പറക്കുകയോ അല്ലെങ്കിൽ അതിനെ കുറച്ചുകൂടെ ലാർജർ സെപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും അതുപോലുള്ളൊരു മെക്കാനിസം പൈലറ്റിനും അവരുടെ എഞ്ചിന് പ്രശ്നമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ വളരെ നിശ്ചിതമായ ഒരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇതിനുണ്ടാവും. അത് ഫോളോ ചെയ്യാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അതിൻ്റെ ഓവർസൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല സിസ്റ്റംസ് ഉണ്ട്, ഓൺ സിസ്റ്റംസ് ഉണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യയിലാണെങ്കിൽ എയർ ഇന്ത്യയുടെ തന്നെ ഒരു ഓവർസൈറ്റ് മെക്കാനിസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പുറത്തുനിന്നുള്ള DGCAയുടെ ഒരു ഓവർസൈറ്റ് മെക്കാനിസം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ ബോയിങ്ങിൻ്റെ എയർക്രാഫ്റ്റ് ആണെങ്കിൽ ബോയിങ്ങിൻ്റെ ഒരു കൺസൾട്ടേറ്റീവ് ഗ്രൂപ്പ് ഉണ്ടാവും. അങ്ങനെ വളരെ എല്ലാ ഭാഗത്തു നിന്നും ഇതിനൊരു ഫുൾ പ്രൂഫ് ആയിട്ടുള്ളൊരു സിസ്റ്റമായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ലെവൽ ഓഫ് സേഫ്റ്റി അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ വിമാനങ്ങളുടെ സുരക്ഷ അതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ഏതാണ്ട് ഇപ്പോൾ ഇച്ചിരി വർദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഇവിടെ വായിച്ചിട്ടുണ്ട്, നിങ്ങൾ റോഡിലൂടെ നടന്ന് ഒരു കടയിൽ പോയി സാധനം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടത്തിൻ്റെ എത്രയോ ഇതിൽ 1% പോലും അപകടമില്ല ഒരു വിമാനത്തിൽ നിങ്ങൾ കയറി ഇന്ന സ്ഥലങ്ങളിലേക്ക് പോയി തിരിച്ചു വരുമ്പോൾ. അത്രയ്ക്ക് സുരക്ഷിതമാണ് വിമാനയാത്ര എന്നുള്ളതാണ് പൊതുവെ എല്ലാ ആളുകളും പറയുക. പക്ഷേ ഇതിൻ്റെ ഒരു സാങ്കേതികത്വമൊക്കെ നോക്കുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് അതിനകത്തൊക്കെ ഒരു ഭയമൊക്കെ തോന്നും എന്ന് ഇരുന്നാൽ പോലും ഞാൻ ചോദിക്കുന്നത്, ഇത്രയും 30 വർഷത്തിലധികമായി എയർ ട്രാഫിക് കൺട്രോളർ മേഖലയിൽ ഏവിയേഷൻ ഒരു വിദഗ്ധനായിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ നമ്മൾ എന്തൊക്കെയായിരിക്കണം ഇപ്പോഴത്തെ ഒരു പ്രശ്നങ്ങൾ അതിനെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു കൺസേൺ ഒക്കെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കണം ചെയ്യേണ്ടിയിരിക്കുന്നത്? ഇപ്പോഴത്തെ സാഹചര്യം എന്നാൽ ജനറലി ഇപ്പോൾ ഇവോൾവ് ചെയ്യുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ഏവിയേഷൻ സിസ്റ്റം അത് വളരെ വളരെ കർശനമായ നിയന്ത്രണങ്ങളോടുകൂടി ഡെവലപ്പ് ചെയ്തൊരു സിസ്റ്റമാണ്. ഇപ്പോൾ ഒരു വിമാനം ആകാശത്തിൽ പറക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ നമുക്ക് ആലോചിച്ച് നോക്കിയാൽ വളരെ അത്ഭുതകരമായി തോന്നാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഇത്രയും ഭാരമുള്ളൊരു സാധനം വിമാനം ആകാശത്തിൽ പറക്കുക, അത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് ഇപ്പോഴും സംശയമുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവുമായിരിക്കും. പിന്നെ വന്ന് കാണുമ്പോൾ ഓഹോ ഇത് പറക്കുന്നുണ്ടല്ലോ, അത്ഭുതം തന്നെ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു അത്ഭുത സംഭവമാണ് ഇപ്പോഴും ഏവിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു അത്ഭുതം യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതിന് കാരണം അതിൻ്റെ വളരെ നിശ്ചിതമായ ചില ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സും അതിൻ്റെ ഒരു മെക്കാനിസവും കൊണ്ടാണ്. അപ്പോൾ അതിനെ ആ രൂപത്തിൽ തന്നെ നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ ഈ ഒരു ലെവൽ ഓഫ് സേഫ്റ്റി അതിന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആ ഒരു വിശ്വാസ്യത നിലനിർത്താൻ വേണ്ടുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ട്രാൻസ്പെറൻസി എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം സുതാര്യത. ഇത് സുതാര്യമായിരിക്കണം കാരണം ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ അത് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനകത്ത് ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനെ ദൂരീകരിക്കാനുമുള്ള ഒരു മെത്തേഡോടുകൂടിയാണ് ഈ സേഫ്റ്റി മാനേജ്മെൻറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സേഫ്റ്റി മാനേജ്മെൻറ്റ് ആദ്യകാലങ്ങളിൽ കണ്ടിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എയർക്രാഫ്റ്റിൻ്റെ മെക്കാനിക്കൽ ഫെയിലുവേഴ്സ് ആയിരുന്നു. 1950 കാലങ്ങളിൽ 30 വിമാനം ടേക്ക് ഓഫ് ചെയ്യുമെങ്കിൽ 1-2 എണ്ണത്തിനെങ്കിലും എഞ്ചിൻ തകരാറോ എഞ്ചിൻ തീ പിടിക്കുക അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് ഒരു 1950-60 ആയപ്പോൾ ജെറ്റ് എഞ്ചിനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വളരെ സ്റ്റേബിളായിട്ട് മാറി. അപ്പോൾ അങ്ങനെ അതിൻ്റെ എഞ്ചിൻ ഫെയിലിയർ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് എല്ലാം കുറഞ്ഞു വരാൻ തുടങ്ങി. പിന്നീട് വന്ന ചില ഇഷ്യൂസാണ്. അപ്പോൾ മോഡേണൈസേഷനും പിന്നെ കമ്പ്യൂട്ടറൈസേഷനും ഇൻ്റർഫേസസ് ബെറ്ററായി, മറ്റതെല്ലാം മെക്കാനിക്കൽ ഇൻ്റർഫേസസ് ആയിരുന്നു. അപ്പോൾ ഇൻ്റർഫേസസിൻ്റെ ഇഷ്യൂസ് വന്നപ്പോഴത്തേക്ക് ഹ്യൂമൻ ഫാക്ടേഴ്സും കൂടെ ഒരു ഇഷ്യൂ ആവാൻ തുടങ്ങി. ഹ്യൂമൻ മെഷീൻ ഇൻറ്ററാക്ഷൻ, അതിലുള്ള ഫെയിലിയേഴ്സ്, അത് അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഇപ്പോൾ നമ്മുടെ ഒരു എയർബസ് C-20 ആദ്യം നമ്മൾ ഇന്ത്യയിൽ വാങ്ങിക്കുമ്പോൾ ബാംഗ്ലൂർ വെച്ചിട്ടൊരു ക്രാഷൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒരു ഹ്യൂമൻ ഫാക്ടേഴ്സുമായി റിലേറ്റഡ് ഒരു ആക്സിഡൻറ്റ് കൂടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസായി 1980-കളിൽ ഉള്ള ഇഷ്യൂസ്. പിന്നെ അത് അങ്ങനെ മാറി ഇപ്പോൾ ഒരു ടോട്ടൽ സിസ്റ്റം ഒരു അപ്രോച്ചാണുള്ളത്. അപ്പോൾ നമ്മൾ ഈവൻ ഡൽഹിയിലെ അഹമ്മദാബാദിലെ ഈ ക്രാഷിനെ നമ്മൾ നോക്കിയാലും നമ്മളതിനെ ഒരു കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്ത് നോക്കാതെ ആ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവായ ഒരു അപ്രോച്ചിൽ മാത്രമേ നമുക്കതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ എന്തായിരുന്നു കണ്ടുപിടിക്കാൻ പറ്റൂ.
ഈ ടോട്ടൽ സിസ്റ്റം റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നതിന് മുമ്പ് നമ്മൾ നോക്കിയിരുന്നത് സിസ്റ്റമിക് ഇഷ്യൂസാണ്. ഓർഗനൈസേഷണൽ ഇൻഡ്യൂസ്ഡ് ആക്സിഡൻറ്റുകൾ, ഓർഗനൈസേഷൻ ഇപ്പോൾ 50 എംപ്ലോയീസ് വേണമെന്ന് 40 പേരെ മാത്രമേ പ്രൊവൈഡ് ചെയ്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള ചില ഓർഗനൈസേഷണൽ ഡിസിഷൻസ് സ്റ്റാർട്ടഡ് റിഫ്ലക്റ്റിംഗ് ഓൺ ദി സേഫ്റ്റി ഓഫ് ദി ഓപ്പറേഷൻ. അപ്പോൾ അതും കുറേയൊക്കെ മാറി ഇപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതിൻ്റെ ടോട്ടൽ സിസ്റ്റത്തിലേക്ക് അല്ലെങ്കിൽ ടോട്ടൽ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി മാനേജ്മെൻറ്റാണ് ഇപ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഇതിൻ്റെയും ഇങ്ങനെയുള്ള ഇഷ്യൂസിനെ നമ്മൾ കോംപ്രിഹെൻസീവായിട്ട് നോക്കുകയും എന്നിട്ട് അതിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് വെച്ച് പഠിച്ചിട്ട് നമ്മൾ അത് മുഴുവൻ സ്ഥലത്തും ഇംപ്ലിമെൻ്റ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കാലത്ത് ഒരു ഇഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്താൽ ആ ഇഷ്യൂവിനെ എല്ലാ സ്റ്റേറ്റുകളിലും ഉള്ള ഏവിയേഷൻ ആക്ടിവിറ്റിയിലേക്ക് അവർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് കൺട്രോളിലുള്ള അല്ലെങ്കിൽ സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റമുള്ള സിവിൽ ഏവിയേഷന് അങ്ങനെ ഒരു കുഴപ്പം വരേണ്ട അല്ലെങ്കിൽ ഒരു പിന്നോട്ട് പോകേണ്ട ഒരു ആവശ്യം വരുമായിരിക്കുമെന്ന് എനിക്ക് എന്തായാലും തോന്നുന്നില്ല. ഓക്കെ, ശരി. ഇനിയും വേറൊരു ചോദ്യം എന്ന് പറയുന്നത്, സത്യത്തിൽ പൈലറ്റ് ആകാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ ഒരുവിധപ്പെട്ട ആളുകൾക്കൊക്കെ കുറേയേറെ പേർക്കൊക്കെ അറിയാം. ഈ അടുത്തിടെ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പുതിയൊരു മാറ്റവും കൂടെ കൊണ്ടുവരുന്നു. +1 +2 ഫിസിക്സും കെമിസ്ട്രിയും മാത്സും പഠിക്കണമെന്നില്ല, 10ാം ക്ലാസ് വരെ ഇതൊക്കെ പഠിച്ചാൽ മതി, അതിനുശേഷം പൈലറ്റ് ആകാം. അങ്ങനത്തെ ഒരു മാറ്റമൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ എയർ ട്രാഫിക് കൺട്രോളർ ആകാനുള്ളത് ആരാണ്? ഒരു പൈലറ്റാണോ എയർ ട്രാഫിക് കൺട്രോളർ ആകുന്നത്? ഇപ്പോൾ നമ്മൾ ഒരു കണ്ടക്ടർ കുറേ നാൾ കഴിയുമ്പോൾ ചെക്കറാകുമെന്ന് പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ ഒരു എയർ ട്രാഫിക് കൺട്രോളർ ആകുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗ്യത എന്താണ് പഠിക്കേണ്ടത്? ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി പഠിച്ചാൽ നമുക്ക് എയർ ട്രാഫിക് കൺട്രോളർ ആകാൻ പറ്റുമോ? ഇപ്പോൾ ഏതൊരു ചില സ്ഥാപനങ്ങളിൽ പോയി പഠിച്ചാൽ ഫ്ലൈയിങ് സ്കൂളിൽ ചേർന്നാൽ നമുക്ക് പൈലറ്റ് ആകാം എന്ന് പറയുന്ന പോലെ ഈ ഫ്ലൈയിങ് സ്കൂളുകളിൽ ചേർന്നാൽ മതിയോ എയർ ട്രാഫിക് കൺട്രോളർ ആകാൻ? അതോ അതിന് മറ്റെന്തെങ്കിലും പഠിത്തമാണോ വേണ്ടത്? എന്താണ് അതിൻ്റെ മാനദണ്ഡം? ഇപ്പോഴത്തെ മാനദണ്ഡം കൃത്യമായി എനിക്കറിയില്ല. എങ്കിലും അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത് BSc ഫിസിക്സ് ഓർ മാത്തമാറ്റിക്സ് പഠിച്ചവരും അല്ലെങ്കിൽ ചില എഞ്ചിനീയറിംഗ് സ്ട്രീമുകളിൽ പഠിച്ചവർ, ഇലക്ട്രോണിക്സ് കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല മിക്കവാറും പല എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളും അതിന് അനുയോജ്യമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ പഠിച്ചവരെ റിക്രൂട്ട് ചെയ്തിട്ട് എയർപോർട്ട് അതോറിറ്റിക്ക് തന്നെ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് എയർ ട്രാഫിക് കൺട്രോളറിൻ്റെ ട്രെയിനിങ് ഇപ്പോൾ കൊടുക്കുക. നമുക്കിത് സ്വകാര്യമായി പഠിക്കാൻ പറ്റില്ല. അതായത് ഗവൺമെൻറ് സംവിധാനത്തിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ BSc ഫിസിക്സ് മാത്സ് പോലെയുള്ള സബ്ജക്ട്സ്, പിന്നെ എഞ്ചിനീയറിംഗിലെ ചില സ്ട്രീമുകൾ ഇത് പഠിച്ച് ടെസ്റ്റ് എഴുതി ATC ആയി ജോലി ചെയ്യുക, അതാണ് മാർഗം. ഓക്കെ. ഈ ATCമാരായിട്ട് വരുന്ന ആളുകൾക്ക് വിമാനം പറത്താൻ അറിയുമ്പോൾ വിമാനങ്ങളെ താഴെയിരുന്ന് നിയന്ത്രിക്കുമെങ്കിൽ ഇല്ലേ? തീർച്ചയായും അത് തമ്മിൽ അങ്ങനെ ഒരു ക്രോസ് റിലേഷൻ ഇല്ല. അതായത് ATCയുടെ പണിയും പൈലറ്റിന്റെ ജോലിയും ഇത് രണ്ട് ടൈപ്പ് ഓഫ് സ്കില്ലുകളാണ്. ഇത് രണ്ടും സ്കിൽ ബേസ്ഡ് ജോബ്സ് ആണ്. അപ്പോൾ നമ്മൾ ആ സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യണത്. ആൻഡ് ദീസ് സ്കിൽസ് ആർ നോട്ട് സിമിലർ. ഓക്കെ, ഒന്ന് ഒരെണ്ണമാണ്, മറ്റേത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ സ്കില്ലുകൾ തമ്മിലൊരു ബന്ധമില്ല. ശരി, വളരെ നന്ദി. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ചതിന്. സത്യത്തിൽ പല സംശയങ്ങളുണ്ടായിരുന്നു, അതിനൊക്കെ വളരെ വ്യക്തമായും ഏറ്റവും ക്ലിയറായിട്ടുള്ള മറുപടി നൽകിയതിന് സി മലയാളം പ്രേക്ഷകർക്കൊപ്പം ചേർന്നതിന് നന്ദി. താങ്ക് യു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.